Hello guys, welcome to Logic Institute of Technology. നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് എങ്ങനെ ക്രിമ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡിവൈസസിന്റെ ഒരു ഇന്റർ കണക്ഷൻസ് ആണ്. അപ്പൊ ഇത്തരം ഡിവൈസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മീഡിയ അത്യാവശ്യം തന്നെയാണ്. ഇവിടെ വരുന്ന രണ്ട് തരത്തിലുള്ള മീഡിയാസ് ആണ്. ഒന്ന് വയർഡും ഉണ്ട്, വയർലെസ്സും ഉണ്ട്. വയർലെസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആക്സസ് പോയിന്റ് എന്ന് പറയുന്ന ഡിവൈസ് ആണ്. വയർഡിൽ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന എഥർനെറ്റ് എന്നൊരു മീഡിയ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൂടുതൽ നോക്കാൻ പോകുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിൾ, അതായത് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത് എഥർനെറ്റ് നമുക്ക് എങ്ങനെ ക്രിമ്പ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിൾ ക്രിമ്പിംഗ് ആണ്. ട്വിസ്റ്റഡ് പെയർ കേബിൾസ് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഷീൽഡ് ട്വിസ്റ്റഡ് പെയറും അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയറും. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ, അതായത് UTP കേബിൾസ് എന്നാണ് ഇതിന് പറയുന്നത്. എന്തുകൊണ്ടാണ് UTP കേബിൾസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ കേബിൾസിലൊന്നും ഷീൽഡിംഗ് ഇല്ല എന്നതാണ് അതിന്റെ കാരണം. ഈ കേബിൾസ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത് കാറ്റ്സിക്സ് എന്ന കേബിളിന്റെ പേര് പറഞ്ഞാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കടകളിൽ ചെന്ന് മേടിക്കാം. കാറ്റ്സിക്സ് കേബിൾ ചോദിച്ചാൽ നമുക്ക് ഈ ഒരു കേബിളായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കേബിളായിരിക്കും നമ്മുടെ കമ്പനീസിലും ഇൻഡസ്ട്രീസിലും എല്ലായിടത്തും നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഈ കേബിൾസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് Rj45 എന്ന് പറയുന്ന ജാക്ക്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതായത് ഈ ഒരു ജാക്കാണ് നമ്മുടെ കമ്പ്യൂട്ടറുകളുടെയും ലാപ്ടോപ്പിന്റെയും സൈഡിലായിട്ട് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ജാക്കും നമ്മുടെ ഈ പറയുന്ന കേബിൾസിനെയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്രിമ്പിംഗ് എന്ന് പറയുന്നത്. സോ ക്രിമ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ പറയുന്ന കേബിൾസിനെയും ജാക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്. സോ ഇതിനു വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടുള്ള ടൂളിന്റെ ആവശ്യമുണ്ട്. ആ ടൂളിന്റെ പേരാണ് ക്രിമ്പിംഗ് ടൂൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട്. ആ സോക്കറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജാക്കും അതുപോലെയായിട്ടുള്ള നമ്മൾ ജാക്കായിരിക്കും ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കേബിളും നമ്മൾ ഇതിനുള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ടൂൾ ഉപയോഗിച്ച് നമ്മൾ പ്രസ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ ക്രിമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്. ഫൈനലി നമുക്ക് നമ്മൾ ചെയ്ത ക്രിമ്പിംഗ് ചെയ്ത ഈ പറയുന്ന കേബിൾ ഓക്കെ ആണ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണത് Rj45 Rj11 നെറ്റ്വർക്ക് കേബിൾ ടെസ്റ്റർ. സോ നമുക്ക് ഇത് ചെയ്ത് കാണിക്കാൻ കാണിച്ചു തരാം. ഈ ഒരു കേബിൾ ഈ ഒരു ടൂൾ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ പെർഫെക്റ്റ് ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് മേടിക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. സോ നമ്മളിവിടെ കേബിൾ ക്രിമ്പ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കേബിൾസിന്റെ എല്ലാം സെയിം ലെങ്ത് ആയിരിക്കണം. ഓക്കെ, നമ്മുടെ സെയിം ലെങ്ത് ആയിട്ടാണ് നമ്മൾ അതിന് ക്രിമ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ക്രിമ്പിംഗ് ടൂളിൽ തന്നെ പല പല ഭാഗങ്ങളുണ്ട്. ഈ ഒരു പോർഷൻ മെയിൻലി ഉപയോഗിക്കുന്നത് കേബിളിന്റെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ലെങ്ത് ഈവൺ ആക്കാൻ വേണ്ടിയിട്ടും. ഇവിടെ റൗണ്ട് ഓവൽ ഷേപ്പ് ഉണ്ട്. ഈ റൗണ്ട് ഓവൽ ഷേപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ജാക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ആദ്യം എന്താ ചെയ്യാം? നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയാൻ നമുക്ക് നമ്മുടെ കേബിൾസിന്റെ ലെങ്ത് ഈക്വൽ ആക്കാം. ഓക്കെ, സോ ലെങ്ത് ഈക്വൽ ആക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്കിത് കട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ കേബിൾസിന്റെ ലെങ്ത് എല്ലാം ഈക്വൽ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം എല്ലാ കേബിൾസും. നമുക്ക് നമ്മുടെ ക്രിമ്പിംഗ് എന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ക്രോസ് ഓവർ കേബിൾ ക്രിമ്പിംഗ് ആണ്. അപ്പോൾ ക്രോസ് ഓവർ കേബിൾ ക്രിമ്പിംഗ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് പ്ലേസിലും ഡിഫറെന്റ് കളർ പാറ്റേൺസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് വരുന്ന സ്റ്റാൻഡേർഡ് കളർ പാറ്റേൺ എന്ന് പറയുമ്പോൾ T568Bയും ഈ ഒരു പോർഷനിൽ വരുന്ന T568A കളർ സ്റ്റാൻഡേർഡിലേക്കും വരുന്നത്. അപ്പോൾ യൂഷ്വലി നമുക്ക് സ്ട്രേറ്റ് ത്രൂ കേബിൾസും ഉണ്ട്, ക്രോസ് ഓവർ കേബിൾസും ഉണ്ട്. സ്ട്രേറ്റ് ത്രൂ കേബിൾസിലെ രണ്ട് പാറ്റേൺസിലും സെയിം കളറിംഗ് ആയിരിക്കും. ക്രോസ് ഓവർ കേബിളിൽ ഒരു സ്ഥലത്ത് ഒരു കളർ പാറ്റേണും മറ്റൊരിടത്ത് വേറൊരു കളർ പാറ്റേൺ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഈ ഒരു സൈഡിൽ ഞാൻ T568B, അതായത് സ്ട്രേറ്റ് ത്രൂവിന്റെ രണ്ട് വശങ്ങളിൽ ഉപയോഗിക്കുന്നതും ക്രോസ് ഓവറിന്റെ ഒരു വശത്ത് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സ്റ്റാൻഡേർഡ് നമുക്ക് നോക്കാം. സോ അതിന്റെ കളർ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് വൈറ്റ് നമുക്ക് നോക്കാം. ആദ്യം വരേണ്ടത് ഓറഞ്ച് വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ വൈറ്റ്. ഓക്കെ, ഞാനിവിടെ പ്ലേസ് ചെയ്യാം. ഗ്രീൻ വൈറ്റ്, then blue, blue white,
then green, brown, white, brown. Green, brown, white, brown. Okay. ഇതാണ് നമ്മുടെ കളർ പാറ്റേൺ. ശ്രദ്ധിച്ചു നോക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് T568B എന്ന സ്റ്റാൻഡേർഡ് ആണ്. അതിൻ്റെ കളർ കോമ്പിനേഷൻ ആണ് എന്ത്? ഓറഞ്ച് വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ വൈറ്റ്, ബ്ലൂ, ബ്ലൂ വൈറ്റ്, ഗ്രീൻ, ബ്രൗൺ വൈറ്റ്, ബ്രൗൺ. ഓക്കെ. സോ ഇവിടെ കുറച്ചും കൂടി കളേഴ്സിന് ലെങ്ത്തിന് അൺഈവൻനെസ് ഉണ്ട്. ഓക്കെ, ഞാൻ കുറച്ചുകൂടി ഷേപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം? ഇതാണ് നമ്മുടെ Rj45 Jack. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ കേബിളിന്റെ പിന്നിങ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത്, അതായത് ഈ നോഷിന്റെ നേരെ ഓപ്പോസിറ്റ് നിന്നായിരിക്കും നമ്മുടെ കേബിളിന്റെ പിന്നിങ് പാറ്റേൺ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി 1 2 3 4 5 6 7 8. നമുക്കറിയാം ഈ ഒരു കേബിളിന്റെ ഉള്ളിലുള്ള ഈ ഗോൾഡൻ ഫോയിൽ ഇതിപ്പോ അൺഅറ്റാച്ച്ഡ് ആണ്. സോ നമ്മൾ ഈ ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു ഗോൾഡൻ ഫോയിൽസ് നമ്മുടെ കേബിളിലേക്ക് ഇമേഴ്സ്ഡ് ആവും. സോ നമുക്ക് എന്തായാലും ഇൻസേർട്ട് ചെയ്യാം. സോ ഓക്കെ, നമ്മുടെ കേബിൾ എന്തായാലും ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സോ മേക്ക് ഷുവർ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മേക്ക് ഷുവർ ചെയ്യണം. അതായത് നമ്മുടെ ജാക്ക് ഈ പറയുന്ന ജാക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ കേബിളിൻ്റെ ഈ പറയുന്ന സ്ലീവ്സ് ഇൻസേർട്ടർ ആയിരിക്കണം. എന്നാൽ മാത്രം നമ്മൾ ക്രിമ്പ് ചെയ്യുമ്പോൾ അത് ടൈറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, സോ നമുക്കിവിടെ നോക്കാം. ഞാനിവിടെ നമ്മുടെ കേബിൾസ് ഞാനിവിടെ ഇൻസേർട്ട് ജാക്കിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള കളർ പാറ്റേൺസ് നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഓറഞ്ച് വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ വൈറ്റ്, ബ്ലൂ, ഗ്രീൻ, ബ്രൗൺ വൈറ്റ്, ബ്രൗൺ. ഇതാണ് നമ്മുടെ കളർ പാറ്റേൺ എന്ന് പറയുന്നത്. ഫൈൻ. സോ ആൻഡ് അറ്റ് ദ ഫൈനൽ ക്രിമ്പിംഗ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് സ്റ്റെപ്പോടെ തീരുവാണ്. അതായത് ഈ പറയുന്ന ടൂൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇൻസേർട്ട് ചെയ്യും. ഞാനിവിടെ കേബിള് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ Rj45 ജാക്കും ഇവിടെയുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റും ഉണ്ട് അല്ലേ? ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തൊരു ജസ്റ്റ് നോക്കാം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ഗോൾഡൻ ഫോയിൽസിലേക്ക് അത് അമരുവാണ് കേട്ടോ. ഓക്കെ, ഫൈൻ. സോ ഇതിനെയാണ് നമ്മൾ ക്രിമ്പിംഗ് എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ ഗോൾഡൻ ഫോയിൽസ് നമ്മുടെ കേബിൾസ് ആയിട്ട് നന്നായിട്ട് തന്നെ ഇമേഴ്സ്ഡ് ആയിട്ടുണ്ട് അല്ലേ? സോ ഞാൻ ഈ ഒരു സൈഡിൽ നമ്മൾ വെച്ചേക്കുന്ന ഏതാണ്? T568B എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ഭാഗം കൂടി ഉണ്ട് അല്ലേ? സോ ഇവിടെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് T568A സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ രണ്ട് വശത്തും ഡിഫറെൻ്റ് ആയിട്ട് വന്നാലാണ് അത് ക്രോസ് ഓവർ കേബിൾ ആവുക അല്ലേ? അപ്പോൾ നമുക്ക് T568 സ്റ്റാൻഡേർഡ് നമുക്ക് എന്താ നോക്കാം. കളർ പാറ്റേൺ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഗ്രീൻ വൈറ്റ്. ഓക്കെ, ആദ്യത്തെ കേബിൾ എന്തായിരിക്കണം? ഗ്രീൻ വൈറ്റ് ആയിരിക്കണം. ഗ്രീൻ വൈറ്റ്, ദെൻ ഗ്രീൻ. ഓക്കെ, ഗ്രീൻ വൈറ്റ്, ഗ്രീൻ വരും. ശേഷം നമുക്ക് വരുന്നത് ഓറഞ്ച് വൈറ്റ് ആണ്. ശേഷം ബ്ലൂ, then blue white, അതിനുശേഷം വരുന്നത് ഓറഞ്ച്, then brown white, brown. ഓക്കെ, ഇതാണ് നമ്മുടെ കളർ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം. ഗ്രീൻ വൈറ്റ്, ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് വൈറ്റ്, ബ്ലൂ, ബ്ലൂ വൈറ്റ്, ദെൻ ഓറഞ്ച്, ബ്രൗൺ വൈറ്റ്, ബ്രൗൺ. ഓക്കെ, സോ നമ്മുടെ കളർ പാറ്റേൺ ഓക്കെയാണ് ഇവിടെ. സോ ഞാൻ എന്ത് ചെയ്യാൻ കേബിൾ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കട്ട് ചെയ്യാം.
ജാക്കിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ജാക്കിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. എല്ലാ കേബിൾസും അതായത് പിൻസിലേക്ക് നമ്മൾ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ Rj45 അല്ലെങ്കിൽ നമ്മുടെ Rj45 നമുക്ക് ഈ പറഞ്ഞ കേബിൾസിൽ ഓക്കെ ആക്കാൻ വേണ്ടി നമുക്ക് ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിക്കാം. സോ ക്രിമ്പിംഗ് ടൂൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഫൈനലി എന്ത് ചെയ്യാം, പ്ലഗ് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്ത്. സോ നമ്മളിവിടെ ക്രിമ്പിംഗ് ചെയ്തിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് Rj45 RJ11 നെറ്റ്വർക്ക് കേബിൾ ടെസ്റ്റർ അല്ലേ, നമുക്ക് യൂസ് ചെയ്യാം. സോ ഈ ഡിവൈസിന്റെ ഡിസ്ക്രിപ്ഷൻ, അതായത് ഈ ഡിവൈസ് മേടിക്കാനുള്ള ആവശ്യമുള്ള ലിങ്ക്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ടൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു കേബിളിന്റെ 2 വെർഷൻ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യും. ഇവിടെ Rj11 ഇൻസേർട്ട് ചെയ്യാവുന്നതുകൊണ്ട് Rj45 ഇൻസേർട്ട് ചെയ്യാനുള്ള സ്ലോട്ട് നമുക്കുണ്ട്. സോ നമ്മൾ രണ്ടിടത്ത് നമ്മൾ എന്ത് ചെയ്യും, Rj45 നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ആൻഡ് മറ്റേ ഇടത്ത് നമുക്ക് Rj45യുടെ അതർ എൻഡ് ഇൻസേർട്ട് ചെയ്യാം. സോ ഓക്കെ ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഓൺ ബട്ടൺ നോക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മളിവിടെ പ്ലഗ് ചെയ്തേക്കുന്നത് 8 പിൻസ് ആണുള്ളത്. നമുക്കറിയാം നമ്മുടെ ഏതെങ്കിലും കേബിൾസ് UTP കേബിൾസ് വരുന്നത് 8 പിന്നാണ്. ആ 8 പിന്നിലൂടെ ആയിരിക്കും നമ്മുടെ ഈ ലൈറ്റ് ഫുള്ളും കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത കേബിൾ ഈസ് പെർഫെക്റ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ക്രിമ്പിംഗ് ചെയ്യുന്നത്. അതായത് Rj45 ജാക്കിലേക്ക് നമ്മുടെ UTP കേബിൾസ് ഇൻസേർട്ട് ചെയ്തിട്ട് ക്രിമ്പിംഗ് കുറച്ച് പ്രസ് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമുക്ക് ക്രിമ്പിംഗ് എന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഫൈൻ. സോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.